ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ക്യാരറ്റിൻ്റെ വെറൈറ്റി റെസിപ്പി ആയിട്ടാണ്. ക്യാരറ്റ് ഫ്രൈ ആണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ക്യാരറ്റ് ഫ്രൈ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്ന ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും 1/4 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എരി കുറച്ച് മതിയെങ്കിൽ 1 പച്ചമുളക് ചേർത്താൽ മതിയാകും. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പുറത്തുനിന്ന് മേടിക്കുന്നതാണെങ്കിൽ ചെറിയൊരു പുളിപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. 4 മീഡിയം സൈസ് ക്യാരറ്റാണ് ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി ക്യാരറ്റിൻ്റെ എല്ലായിടത്തും മസാല പിടിക്കും പോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് 10 മിനിറ്റത്തേക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ മുറിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ വേവ് അറിയാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരികിയതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി വരും വരെ ബൈ ബൈ.